ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ അമേരിക്കയിലെ അപ്പം ഗോവിന്ദൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പേര് മാത്രമേ എല്ലാവർക്കും പറയാൻ കാണൂ: ഡൊണാൾഡ് ട്രംപ്. കാരണം ഇന്ന് പറയുന്നത് നാളെ തിരുത്തി പറഞ്ഞിരിക്കും പുള്ളി. ഇത് നമ്മൾ എല്ലാ ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഗോവിന്ദേട്ടന്റെ ഒരു കാര്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ, RSSുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിരുന്നു, അതിലെന്താണ് പ്രശ്നം, അത് തുറന്നു പറയുന്നതിൽ എന്താണ് കുഴപ്പം എന്താ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇവിടെ നിലമ്പൂര് സ്വരാജ് ഒന്ന് കണ്ണുരുട്ടിയപ്പോ അടുത്ത ദിവസം വന്ന് പറഞ്ഞിരുന്നു RSSുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിരുന്നില്ല. ഇതൊക്കെ ആരാണ് പറഞ്ഞു പരത്തുന്നത്? ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. യുഗമൊക്കെ അല്ലേ ഇപ്പം. അപ്പൊ എന്റെ മുഖമൊക്കെ മോർഫ് ചെയ്ത് പല ആൾക്കാർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് പറയുന്ന കാര്യം നാളെ മാറ്റി പറയും. അതായത് ഇവരുടെ വിചാരം ഇപ്പോഴും യുഗത്തിലാണ് എന്നാണ് ഇവരുടെ വിചാരം. ചിലപ്പോൾ ക്യൂബയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ യുഗമായിരിക്കും. ഞാൻ മറ്റേ സുജിത്ത് ഭക്തന്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നടന്നു പോകുമ്പോൾ മറ്റേ ഈ സൺഷെയ്ഡിൽ നിന്ന് സിമന്റ് ഒക്കെ ഇളവി താഴെ വീഴുന്നു, തലയിലോട്ട് വീഴുന്നു. അതായത് അത്രയ്ക്ക് പിന്നിലാണ് ക്യൂബ നിൽക്കുന്നത്. ഇപ്പോഴും അവിടെ മറ്റേ DVD റൈറ്റ് ചെയ്യുന്ന യുഗത്തിൽ അവർ നിൽക്കുകയാണ്. അതേ യുഗത്തിലാണ് ഇവരും എന്നാണ് വിചാരം. ദേശാഭിമാനിയിൽ ഒരു വിഷയം നാളെ വന്ന് അത് ജനങ്ങൾ വായിച്ച് വിഷ്വൽ ഇല്ലല്ലോ, അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം മാറ്റി പറയുമ്പോൾ ഇതങ്ങനെ ഞാൻ പറഞ്ഞല്ല എന്ന് പറയും. ഇപ്പൊ എല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ സമാനമായ രീതിയിൽ അമേരിക്കയിൽ ട്രംപ് എല്ലാം ഇങ്ങനെ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ അത് മാറ്റി പറയും, മറ്റന്നാൾ വേറൊരു കാര്യം പറയും. അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇത് നമ്മൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച ആ സമയം തൊട്ട് പറയണം ട്രംപിനെ വിശ്വസിക്കരുത്, ട്രംപ് അത് മാറ്റി പറയും. നമ്മൾ ഇത്രയും നാൾ വരെ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഡീഗോ ഗാർഷ്യയിൽ അമേരിക്ക സ്റ്റെൽത്ത് ബോംബറുകൾ കൊണ്ടിട്ടിരിക്കുകയാണ്. 30 യുദ്ധവിമാനങ്ങൾ ഇറാനെ വളഞ്ഞു കഴിഞ്ഞു. 40,000 അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അമേരിക്ക ഇപ്പോൾ അടിക്കാൻ പോവുകയാണ്. ട്രംപ് G7 നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇമാനുവൽ മാക്രോൺ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ, വെടിനിർത്തലിനല്ല ഞാൻ വന്നിരിക്കുന്നത്, സ്റ്റേ ട്യൂൺഡ്, അമേരിക്കയുടെ യുദ്ധം ഇനി കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാള് കഴിഞ്ഞ ദിവസം പറയുകയാണ് 2 ആഴ്ചക്കകം നമുക്കൊരു തീരുമാനം എടുക്കാം. അപ്പം ഇവരെല്ലാം തിരിച്ചു വെച്ച്, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ അടിക്കും പിടിക്കും, പശ്ചിമേഷ്യയിൽ മറ്റേ ചൈനയുടെ അടുത്ത് കിടക്കുന്ന നിമിറ്റ്സ്, അതിനകത്ത് മറ്റേ ആണവ ന്യൂക്ലിയർ ഒക്കെ ഘടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതാ വരികയാണ്, ഇപ്പൊ ഇറാന്റെ മണ്ടയിലോട്ട് ഇട്ട് കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളായിരുന്നല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ ചോദിച്ചപ്പോ പറയുന്നു ഏത് ന്യൂക്ലിയർ, എന്ത് ന്യൂക്ലിയർ, എനിക്കറിയത്തില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന, അമേരിക്കയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് ഇറാന്റെ ആക്രമണ ഭീതിയെ തുടർന്ന് ഖത്തറിൽ നിന്ന് US-ന്റെ സ്റ്റെൽത്ത് സൈനിക വിമാനങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇറാനെ അടിക്കാനായിട്ട് പശ്ചിമേഷ്യ ചുറ്റും അമേരിക്ക വളഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ താഴെ നമ്മളും കൂടെ ആ ട്രംപ് എന്ന് പറയുന്ന ആ നാറി കാരണം പഴി കേൾക്കേണ്ടി വരും. കാരണം ഇതിന്റെ താഴെ വന്ന് സുഡാപ്പികൾ കമന്റ് അടിക്കും, കഴിഞ്ഞ ദിവസം നീയൊക്കെ പറഞ്ഞല്ലോടാ ട്രംപ് അടിക്കുമെന്ന്, ഇന്ന് ട്രംപ് പിന്മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് യുവമാര് കമന്റ് അടിക്കും. വാർത്ത അങ്ങനെ മാറി വരുന്നത് നമ്മുടെ കുഴപ്പമില്ല, ഇയാൾ ഇങ്ങനെ തരാതരം കാല് മാറുമെന്ന് നമുക്കറിയായിരുന്നു. എന്തായാലും ട്രംപ് ഈ ഖത്തറിൽ നിന്ന് ഈ വിമാനങ്ങളെയൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞു. അതിന് ട്രംപ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഇറാനെങ്ങാനും ഖത്തറിലോട്ട് ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അമേരിക്ക കാരണം ഖത്തറിന് ഒരു പ്രശ്നം വരണ്ട, എന്റെ പൊന്നോ ആക്ടിങ് എന്ന രീതിയിലാണ് നാട്ടുകാർ മൊത്തം കാണുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക കാരണം ഇപ്പൊ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ ബിജേട്ടന്റെ അടുത്ത് പറഞ്ഞതുപോലെ ആ ജോ ബൈഡൻ ഇറങ്ങിയപ്പോൾ ഒരു യുദ്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 യുദ്ധമാണ്. അത് 4 ആക്കാനുള്ള പരിശ്രമത്തിലാണ് ട്രംപ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഫ്രാൻസും ജർമ്മനിയും പോളണ്ടും ഇപ്പൊ റഷ്യക്കെതിരെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് ഇപ്പോ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു 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 നിലപാടില്ലാത്തൊരു മനുഷ്യൻ, അമേരിക്കയിലെ അപ്പം ഗോവിന്ദനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ട്രംപിന്റെ എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞു വരുത്തുന്നത്. എന്തായാലും നമ്മൾ ഇനി ഇയാൾ അത് ചെയ്യും അത് ചെയ്യുന്നൊന്നും പറയുന്നില്ല. ഇയാൾ പറയും ഞാനിപ്പോ അടിക്കുമെന്ന്, പിറ്റേ ദിവസം ഇയാൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. എന്താണ് ഇപ്പോ ഇറാനെ ഭയന്നാണോ ഇപ്പൊ ട്രംപ് അവിടുന്ന് വിമാനങ്ങൾ എടുത്ത് മാറ്റിയത്? ഈ പശ്ചിമേഷ്യയുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നലത്തെ ഫസ്റ്റ് എപ്പിസോഡ്, നമ്മൾ ആദ്യം വിട്ട എപ്പിസോഡ് വരെ ഞാൻ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇത് നീണ്ടുപോകും, ട്രംപ് പെട്ടുപോകും, മൊത്തത്തിൽ കലങ്ങി മറിയും, ഇത് എങ്ങും എത്താത്ത രീതിയിൽ പോകും. അല്ലാതെ ഞാൻ ഒരിക്കൽ പോലും ഇത് പെട്ടെന്ന് അവസാനിക്കുമെന്നോ എല്ലാം തകർത്ത് തരിപ്പണമാക്കുമെന്നോ പറഞ്ഞില്ല. തുടക്കം മുതലേ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇറാൻ ഈ ഹിസ്ബുള്ള പോലെയോ ഹമാസ് പോലെയോ അല്ല, രണ്ടും ഏതാണ്ട് 2000 കിലോമീറ്റർ അകലെ കിടക്കുന്ന 2 രാജ്യങ്ങൾ. ആക്രമിക്കുന്നതിന് കുറെ പരിധികളുണ്ട്, ആക്രമണം കുറച്ചുകൂടെ മാരകമായിരിക്കും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഈ വേണ്ട രീതിയിൽ തീരില്ല. ഇനി ഇത് നീണ്ടുപോയാൽ ഒട്ടും തീരില്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നത് വാരാന്ത്യത്തിന് മുമ്പ് ഞങ്ങൾ അടിക്കുമെന്നാണ് പറഞ്ഞത്. വാരാന്ത്യം ഞായറാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനി, മറ്റന്നാൾ ഞായർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ നമ്മുടെ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം അറിയാം, നമ്മുടെ ചർച്ചകൾ നിരന്തരം കാണുന്നവർക്കറിയാം,
അല്ലാതെ നമ്മൾ ഈ അമേരിക്ക വന്നിട്ട് ഇത് ചെയ്യും എന്ന് അത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ട്രംപിന്റെ നിലപാടുകൾ ഇത് മാത്രമല്ല. ഒന്നാം ട്രംപിന്റെ കാലത്തും ട്രംപ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി കൂടുതലായി എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഇത്രയും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഒരു നിലപാടും ഇല്ലാത്ത, ഇല്ലെങ്കിൽ നിലപാടിൽ പരക്കെ മലക്കം മറിയുന്ന, ഇല്ലെങ്കിൽ അടിക്കടി പ്രസ്താവന നടത്തുന്ന ഒരു പ്രസിഡന്റിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണഗതിയിൽ അവരുടെ പ്രസിഡന്റുമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ മാത്രമാണ് ഒരു അഭിപ്രായം പറയാറുള്ളത്. അതും വളരെ ചുരുങ്ങിയ വാക്കുകളിലൊക്കെയാണ് പറയാറുള്ളത്. ഇദ്ദേഹം ഇതൊരു കവലച്ചട്ടമ്പിയെ പോലെ അവിടെയും ഇവിടെയും ഒക്കെ നടന്ന് ഇത് പറയുന്ന ഒരു സീനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കിരീടത്തിലെ ഒരു കൊച്ചിൻ ഹനീഫയുടെ റോളിലേക്കാണ് പുള്ളി മാറുന്നത്. ആരെവിടെയോ എന്തെങ്കിലും പ്രശ്നമുണ്ടെ പുള്ളി അവിടെ ചെല്ലും, ഞാനാണെന്ന് പറയും. അങ്ങനത്തെ ഒരു സാധനം. ഏതായാലും ഇപ്പോഴേ ഈ ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പും ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്, അവരൊരിക്കലും അമേരിക്ക കണ്ടുകൊണ്ടല്ല അവരൊരു കാര്യവും ചെയ്യുന്നത്. കാരണം അമേരിക്ക അവരെ കണ്ടുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അമേരിക്ക ആൾക്കാർ പറയും ഞങ്ങളുടെ ഒരു സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് പറയും. പക്ഷെ ഇസ്രായേലിന്റെ മറ്റൊരു സ്റ്റേറ്റാണ് അമേരിക്ക എന്നാണ് അന്താരാഷ്ട്ര പക്ഷെ വിദഗ്ധർ അതിലൊരു തന്നെ പറയുന്നത്. വ്യക്തത പറഞ്ഞല്ലോ ചേട്ടാ. ഇവിടെയുള്ള പല ആൾക്കാരും, അതായത് ഇസ്രായേലിനെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയുന്ന പല ആൾക്കാരും പറയുന്നത് ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുന്നത് അമേരിക്ക ഇസ്രായേലിനെ ബാക്ക് ചെയ്യുന്നുണ്ട് മാത്രമാണ് എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ അതല്ലേ സത്യം? ഇസ്രായേൽ യഥാർത്ഥത്തിൽ അമേരിക്ക ബാക്ക് ചെയ്യുന്ന, അമേരിക്ക ബാക്ക് ചെയ്തില്ലെങ്കിലും ഇസ്രായേൽ ഇങ്ങനെ തന്നെ നിലനിൽക്കും. തീർച്ചയായിട്ടും. കാരണം അവരെ ബാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ്. ഏതാണ്ട് $400 ബില്യൺ അവർക്ക് കൊടുക്കുന്നത്. അതായത് അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റിന്റെ 10% അവർ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. അത് തന്നെ ഇപ്പൊ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ, എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ പണം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതാണ് അമേരിക്ക ചെയ്യുന്ന ഒരു വലിയ സഹായം. അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങളടക്കം നൽകുന്നുണ്ട്. പക്ഷേ ഈ ആയുധങ്ങൾ നൽകുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഈ ആയുധത്തിന്റെ ടെക്നോളജി ആര് കൊടുത്തു എന്ന് കൂടെ ചിന്തിക്കണം. ബുദ്ധി ആരുടേതാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ വിഷയം കൂടി ഉണ്ട് അവിടെ. കാരണം ഈ ഇസ്രായേലിലെ പ്രത്യേകിച്ച് ഈ ജൂതന്മാരെ മറന്നിട്ട് അമേരിക്കൻസിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അവരുടെ പെന്റഗൺ അടക്കമുള്ള നിർണായക പ്രദേശങ്ങളിലൊക്കെ അവർക്ക് നിർണായക സ്വാധീനം തന്നെയുള്ള ഒരു രാജ്യം തന്നെയാണ്. ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ ട്രംപ് ആയാലും അമേരിക്ക ആയാലും ഒക്കെ അവരുടെ ഒരു ബലാബലം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതും പരിധിക്ക് നിൽക്കാത്തവരെ ഭയപ്പെടുത്തി നിൽക്കുന്നതുമൊക്കെ. കാരണം ഇവർക്ക് എല്ലായിടത്തും ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഗുണ്ടാ സെറ്റപ്പാണ് ഒന്ന്. ഇനിയിപ്പം ധനുഷ് പറഞ്ഞതുപോലെ അമേരിക്ക സഹായിച്ചില്ലെങ്കിലും ഇസ്രായേലിൽ അങ്ങനെ നിലനിന്നേ പറ്റൂ. കാരണം അവരെ സംബന്ധിച്ച് ചുറ്റോട് ചുറ്റും കിടക്കുന്ന ശത്രുക്കളാണ്. അത് ഇന്നും ഇന്നലെ ഉണ്ടായ ശത്രുക്കളല്ല. 1948 അവർ സ്വാതന്ത്ര്യം നേടുമ്പോൾ മുതൽ തുടങ്ങിയ ശത്രുതയാണ്. എല്ലാ രാജ്യങ്ങളും മീൻസ് ഈ അറബ് രാജ്യങ്ങൾ എല്ലാം അവർക്കെതിരാണ്. എത്രയോ യുദ്ധങ്ങൾ നടന്നു, എത്രയോ കാലങ്ങൾ അവരോട്ട് അടിച്ചു. കാരണം അവര് അങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോകുന്നവരാണ് അവര്. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അതാണ് നമ്മൾ മുൻപും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക കണ്ടുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ കളത്തിൽ ഇറങ്ങില്ല. കാരണം അവർക്ക് അത് ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്ന മറ്റൊരു തിയറി ഉണ്ട്. അതായത് ഇസ്രായേലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇപ്പോൾ ഇറാനെ അടിക്കേണ്ടി വന്നതെന്ന് പറയുന്നു. അതിനവർ പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം തീർന്നാൽ ജയിലിലേക്ക് പോകേണ്ടി വരും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ അധികാരം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് പറയുന്നത്. അത് എന്താണ് എന്ന് നമുക്ക് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം അറിയില്ല. എങ്കിൽ പോലും ഇതിന്റെ ഒരു നാൾ വഴി നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഇറാനുമായി ചർച്ച നടത്തുന്നു, 60 ദിവസം ഒരു അന്ത്യശാസനം നൽകുന്നു. 60 ദിവസത്തെ അന്ത്യശാസനം കഴിയുന്ന 61-ാം പക്കം ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് അവർ അനുഭവിക്കുന്നു, അവരെ നരകമാക്കും, അവരെ നശിപ്പിക്കുന്നു, കുറെ ഡയലോഗുകളൊക്കെ പുള്ളി അടിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അപ്പൊ ഇന്നലെ വൈറ്റ് ഹൗസിന്റെ വക്താവ് പറഞ്ഞത് 2 ആഴ്ചക്കകം ഒരു തീരുമാനമെടുക്കും. അതായത് 2 ആഴ്ച കൂടി ഇറാന് ഞങ്ങൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ചർച്ചകളുടെ വാതിലുകൾ തുറന്നിട്ടിരുന്നു. ഇതിനിടയിൽ അമേരിക്ക ചില ബാക്ക്ഡോർ സംഭാഷണങ്ങൾ ഇറാനുമായി നടത്തിയിട്ടുണ്ട്. അതിൽ അവരൊരു പുതിയ ഫോർമുലയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അതായത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഇറാന് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് വെച്ചാകണം, അങ്ങനെ ഞങ്ങളൊരു പെർമിഷൻ തരാം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് അവരിത് പിന്മാറിയിരിക്കുന്നു. കാരണം അത് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇനി അതിനകത്തും അമേരിക്കക്ക് കണ്ണുണ്ടോ എന്നറിയില്ല. കാരണം ഒരു അക്കൗണ്ടബിലിറ്റി, ആണവായുധങ്ങൾ വെക്കുന്നതിൽ, ഇല്ലെങ്കിൽ ആണവ നിലയങ്ങളും മറ്റുമൊക്കെ ഉള്ളതിൽ അക്കൗണ്ടബിലിറ്റി ഉള്ള രാജ്യങ്ങളുണ്ട്. അതായത് അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ചൈന, ഇതെല്ലാം അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ലീഗലി നിങ്ങൾ അത് ചെയ്തോളൂ, അണുബോംബ് ഉണ്ടാക്കാനല്ല പറയുന്നത്. കാരണം ഈ ആണവ നിലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണുബോംബ് മാത്രമല്ല, സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഊർജ്ജ പ്രതിസന്ധികളും മറ്റുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം അത് നിങ്ങൾ യൂസ് ചെയ്തോളൂ, പക്ഷെ അത് വേറൊരു രാജ്യത്ത് വെച്ചാകണം. വേറൊരു രാജ്യത്ത് വെച്ചാകണം എന്ന് പറയുമ്പോൾ ട്രംപ് ചിലപ്പോൾ ഇനി അവിടെയും ഒരു ബിസിനസ് ഇറക്കുമെന്ന് അറിയില്ല.
ഞങ്ങൾ വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് പറയാം. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 2015 ഖമേനി ഒപ്പുവെച്ച ഒരു കരാറുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു പറഞ്ഞത്? അതിലിവരെ ഈ പരിശോധനക്കാരെയൊക്കെ അനുവദിക്കും എല്ലാതെ പറഞ്ഞു. ചിലപ്പം അത് കണക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഒരുപക്ഷെ ഇറാൻ ഇപ്പൊ തയ്യാറായേക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അടി, ഇറാൻ നല്ല രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇസ്രായേലിന്റെ അടിയും അവർക്ക് വലിയ ഡാമേജുകൾ അവരുടെ ആണവ നിലയങ്ങൾക്ക് അടക്കം വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ മുൻപോട്ട് പോകാൻ ഇറാനും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം യുദ്ധം എപ്പോഴും അവരെ സാമ്പത്തികമായിട്ടുള്ള മറ്റു തരത്തിലേക്കാണ് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇതിന് പെട്ടെന്ന് അമേരിക്ക ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് നീണ്ടുപോയാലുള്ള കുഴപ്പം മറ്റു രാജ്യങ്ങൾ ഇടപെടും. സ്വാഭാവികമായി തന്നെ ഇന്ന് നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു വാർത്തയുണ്ട്. ഈ ഇറാനിലെ യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ ഒരു 4500 കോടി രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിക്കും. അത് ചബാർ തുറമുഖം മാത്രമല്ല, നമ്മൾ അവിടുത്തെ ഒരു വലിയ റെയിൽ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനില്. ആ റെയിൽ പദ്ധതി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡ്രീമാണ്. ഇറാനിലാണ് അത് തുടങ്ങുന്നതെങ്കിൽ പോലും അത് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ നീക്കമാണ്. അപ്പം അങ്ങനെ ഒരു പദ്ധതി കൂടെ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മളൊരു വലിയ രീതിയിൽ മുതൽ മുടക്കുന്നുണ്ട്. ആ പൈസ വെള്ളത്തിൽ പോകാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതിനകത്ത് ഇന്ത്യ ഒരിക്കലും അവരെ ഈ അമേരിക്ക ഇടപെട്ട് തകർക്കുന്നതിനോട് വലിയ താല്പര്യം അവർക്ക് ഉണ്ടാകില്ല. ഇനി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അടിയാണ്, അല്ലെങ്കിൽ അവരുടെ ആണവ നിലയങ്ങൾ തകർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നേരെ മറിച്ച് അത് സിവിലിയന്മാർക്ക് നേരെ തിരിയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ ഒരുപക്ഷെ ഈ യുദ്ധത്തിന് എതിരായി രംഗത്ത് വന്നേക്കാം. കാരണം അത് ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ സിവിലിയൻസിന് വലിയ ഡാമേജുകളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ വലിയ കാഷ്വാലിറ്റീസ് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് കുഴപ്പം. നേരെ മറിച്ച് ഇത് സിവിലിയൻസ് ഏരിയയിലേക്ക് ഇത് മാറിയാൽ പ്രശ്നം വഷളാകും. ഇപ്പൊ ഗസയിലൊക്കെ സംഭവിക്കുന്നത് പോലെ സിവിലിയൻസിന്റെ ഏരിയയിലേക്ക് വന്നാൽ, ഗസയിൽ പിന്നെ സിവിലിയൻസും തീവ്രവാദികളും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ആ രീതിയിലേക്ക് വന്നാൽ കളി മാറും. അപ്പം അതൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ നിലവിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇറാൻ മുൻപോട്ട് ഇപ്പോൾ വെക്കുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, വെടിനിർത്തൽ എന്നൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. ഇവിടെ ആണ് മറ്റൊരു നിർണായക ഘട്ടം വരുന്നത്. ഇപ്പോൾ ട്രംപ് ഇസ്രായേലിനോട് പറയുന്നു, നിങ്ങൾ വെടിനിർത്തൂ, അവരോടെല്ലാം സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ പെട്ടെന്ന് വെടിനിർത്തുകയോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു വാറാണ്. ഇസ്രായേലിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അവർ തൽക്കാലം ഒരു ചെറിയ സീസ് ഫയറിലേക്ക് പോയാലും കാരണം അവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഖമേനിയാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഖമേനിയെ കൊല്ലും എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഇല്ലാതാക്കും ഇല്ല വേറെ എന്തെങ്കിലും അല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് കൊല്ലും എന്നാണ്. കാരണം നമുക്ക് ഇസ്രായേലിന്റെ ഒരു രീതി നമുക്കറിയാം. അവർ മുൻകൂട്ടി ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നടപ്പാക്കിയിരിക്കും. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അവരത് ചെയ്യും. ചിലപ്പോൾ ഒരുപക്ഷെ 6 മാസം കഴിഞ്ഞാകാം, ഇല്ലെ 3 മാസം കഴിഞ്ഞാകാം, അത് ചെയ്യും. ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പം വീണ്ടും പശ്ചിമേഷ്യയിൽ സമാനമായ രീതിയിൽ, അതായത് ഇപ്പോൾ ഇസ്രയേല് ഗസയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഹമാസുമായി നടക്കുന്നതോ ഹിസ്ബുള്ളയുമായി നടക്കുന്നതോ പോലത്തെ തന്നെ ഒരു സംഘർഷ ഭൂമിയായി ഇസ്രയേൽ ഇറാൻ വാർ മാറും. ഇപ്പോൾ ഒരു വെടിനിർത്തൽ വന്നാലും അധികം വൈകാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ മിസൈലുകൾ പായിച്ചുകൊണ്ടും ആക്രമണം നടത്തിക്കൊണ്ടും മുൻപോട്ട് പോകും. ഇത് ഇറാനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് അവരിപ്പോൾ കുറച്ച് ഈ ആണവ നിലയങ്ങളുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ടൊരു ശ്രമം അവർ ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ അവർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവരെ പിന്നോക്കം അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയുള്ള പേടികളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ കമ്പനികൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും സ്ഥാപിക്കുമെന്നോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഉത്പാദിപ്പിക്കുമെന്നോ പണ്ടുമില്ല, ഇപ്പോഴും അവർക്ക് ആ ചിന്തകളും കാര്യങ്ങളും ഒന്നും തന്നെ അവർക്കില്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ ഖത്തറിൽ നിന്ന് ജൂൺ 5-നും ജൂൺ 19-നും ഇടയിൽ 40 വിമാനങ്ങളാണ് പിൻവലിച്ചിരിക്കുന്നത്. അത് ഉപഗ്രഹ ചിത്രങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ PAF ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് അവിടെ C-130 അടക്കമുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഉണ്ടാകും, ചാരവിമാനങ്ങൾ ഉണ്ടാകും. ഇത് അതായത് അവരുടെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ഖത്തറിലുള്ളത്. അതിൽ നിന്ന് ഇത്രയും വിമാനങ്ങളെ അവർ പിൻവലിച്ചിരിക്കുന്നു. അതിനായിട്ട് അവർ പറയുന്ന കാര്യം, പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഖത്തറിന്റെ വ്യോമത്താവളത്തിന് നേർക്ക് ഒരു ഇറാൻ ആക്രമിക്കും. അപ്പൊ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവർക്കൊരു നമ്മളായിട്ടൊരു പണി അവർക്ക് വാങ്ങി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിത് പിൻവലിച്ചത് എന്ന് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ട്രംപ് അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. സ്വന്തം രാജ്യത്ത് തന്നെ അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി സഭയിൽ അദ്ദേഹത്തിന് ഈ ഇറാൻ അറ്റാക്കിനുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നൊരു വലിയ സന്ദേശം അല്ലെങ്കിൽ ഒരു വലിയ സംശയം ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം ഒരുപാട് പേര് അതിനെ എതിർത്ത് രംഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പാളയത്തിൽ തന്നെ പിന്തുണ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ അദ്ദേഹത്തിൻ്റെതായ ചില വ്യക്തിപരമായ ബിസിനസ്സുകൾ മുമ്പോട്ട് പോകില്ല. കാരണം പശ്ചിമേഷ്യ കലുഷിതമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലാണ് ഇപ്പോൾ വിളവിറക്കാനുള്ള ഒരു പരിപാടിയുമായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് മൊത്തത്തിൽ കുളവാകും.
അപ്പം ഇതൊരു വിഷയമായി മുൻപോട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അത് മാത്രവുമല്ല, പെട്ടെന്നൊരു അറ്റാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഇങ്ങനെ കുറെ ഐഡിയകളുമായിട്ടാണ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഉറച്ച തീരുമാനം എടുക്കാനോ അത് നടപ്പിലാക്കാനോ യാതൊരു കഴിവുമില്ലാത്ത ഒരു നേതാവാണ്. കുറെ ഗിമ്മിക്കുകൾ കാണിക്കും എന്നതിനകത്തപ്പുറത്തേക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ ടേംസിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ടേംസിൽ ഈ ടൈമില് കഴിഞ്ഞ ടൈമിൽ നമ്മൾ കണ്ടു, ഈ ടൈമിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ദുർബലനായ ഒരു ട്രംപിനെയാണ് കാണാൻ കഴിയും. ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക, കുറെ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ കുടിയേറ്റക്കാരേക്കാൾ വിലങ്ങ് വെക്കുന്നു, പുറത്താക്കുന്നു, അങ്ങനെ വലിയൊരു സംഭവം. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അനക്കവുമില്ല. അതിനുശേഷം പറയുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നൽകില്ല, പുറത്താക്കും എന്ന് പറയുന്നു. അതുമൂലം തന്നെ $25 ബില്യൺ നഷ്ടമാണ് വരുന്നതെന്നാണ് അമേരിക്കയിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾക്കും എതിരെയൊക്കെ വലിയ രീതിയിൽ ഇന്നലെ അദ്ദേഹം പ്രതിഷേധിക്കുന്നതും കണ്ടു. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ കാര്യം. ഏതായാലും പശ്ചിമേഷ്യയിലെ ഈ ഇപ്പം നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പരിണത ഫലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇത് തൽക്കാലം ഒരു വെടിനിർത്തലിലേക്ക് പോകും. പക്ഷെ ഭാവിയിൽ ഇത് ഈ ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈല് വിട്ട് കളിച്ചോണ്ടേയിരിക്കും. അതായത് ഇത് അവസാനിക്കാതെ പോകും. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ നെതന്യാഹു 2 അങ്ങോട്ട് വിടും, അവിടുന്ന് 2 ഇങ്ങോട്ട് വിടും. അപ്പൊ വീണ്ടും ഒരു സംഘർഷഭരിതമായ അവസ്ഥ വരും. ഇതിങ്ങനെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ലോകരാജ്യങ്ങളും പറയും ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് എത്തണമെന്ന് പറയും. അതിനധികം വിദൂരമല്ല. കാരണം പശ്ചിമേഷ്യയുടെ സമാധാനമാണ് അത് തീരുന്നത്. കാരണം പലയിടത്തും ബിസിനസ് ഉൾപ്പെടെയുള്ളതിനെ അത് ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരു സാധ്യതയാണ്. ഇല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഈ 2-3 ദിവസങ്ങളുള്ളിൽ ഇസ്രയേൽ മാരകമായൊരു പ്രഹരം ഇറാനിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഖമേനിയെ വധിക്കുകയോ, അതെനിക്ക് തോന്നുന്നില്ല ഇപ്പോഴുണ്ടാകുമെന്ന്, പക്ഷെ എപ്പോഴായാലും അതുണ്ടാകും, അത് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഒരു സീസ് ഫയറിലേക്ക് പോകും. ഇങ്ങനെയുള്ള സാധ്യതകളാണ് ഇതിനകത്ത് ആകെ ഇനി നിലനിൽക്കുന്ന ഒരു കാര്യം. അല്ലാതെ ഈ അമേരിക്ക വിമാനങ്ങൾ നീക്കുന്നതും സൈനികരെ കൊണ്ടുവന്നെന്നും ഉള്ളതൊക്കെ വളരെ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്. കാരണം അത് ഇപ്പൊ മാധ്യമങ്ങളെല്ലാം തന്നെ വിഷ്വലടക്കം നൽകിയിട്ടുള്ളതുമാണ്. അതിലൊന്നുമില്ല. അദ്ദേഹം ഒന്ന് മുറുക്കി. ഈ ട്രംപ് ഇപ്പോഴും കരുതുന്നത്, അദ്ദേഹം വിചാരിക്കുന്ന ഒരു കാര്യവും, ഈ ഇറാൻ ഗതിയില്ലാതെ, അതായത് ഭയന്ന് വിറച്ച് ട്രംപിന് മുമ്പിലേക്ക് എത്തുക, ഒരു കരാറിൽ ഒപ്പിടുക, അങ്ങനെയെങ്കിൽ ട്രംപിന്റെ ഇമേജ് വാനോളം ഉയരും, ഒരു ഹീറോ ആയിട്ട് പുള്ളി മാറും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രംപ് നിൽക്കുന്നത് മുഴുവൻ. പക്ഷെ ഇറാൻ അങ്ങനെ പോകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖമേനി പറഞ്ഞത്, ഞങ്ങളെ അങ്ങനെ അടിയറ വെക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല, പോയി പണി നോക്കാനാണ് ട്രംപിനോട് പറഞ്ഞത്. അപ്പൊ അത് നടക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതൊരു സീസ് ഫയറിലേക്ക് പോകുക. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസ് ഒക്കെ പതുക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാൻ തുടങ്ങിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ബ്രിട്ടനും ഫ്രാൻസും അടക്കം ഇറാനുമായി ചർച്ചയ്ക്ക് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പതുക്കെ വലിഞ്ഞു തുടങ്ങുന്നത്. ഇതാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു സീസ് ഫയറിലേക്ക് പോകും. സീസ് ഫയർ പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ എത്രത്തോളം പ്രഹരം ഇറാനെ ഏൽപ്പിക്കുന്നു എന്നതാണ് അവരുടെ വിജയമായി തൽക്കാലം കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇത് താൽക്കാലികമായിട്ട് ഇത് സീസ് ഫയറിലാണെങ്കിലും ഭാവിയിൽ സംഘർഷം പിന്നെയും തുടങ്ങും. ഇതുപോലെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നു. ഒരിക്കൽ കൂടി ട്രംപ് ഒരു നിലപാടില്ലാത്തവനാണ് എന്നൊരു ചിന്ത ലോകത്തിന് മുമ്പിലേക്ക്, കുറഞ്ഞ പക്ഷം വലതുപക്ഷ ചിന്താഗതിയുള്ളവരെ, വലതുപക്ഷ രാഷ്ട്രീയം പേറുന്നവരെ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുള്ള ചിലരെയെങ്കിലും നമ്മൾ കണ്ടതാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം തീർക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ സെലൻസ്കിയെ പുട്ടിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തൊരു കാഴ്ച കണ്ടു. അസദിന്റെ ഭരണം മറിച്ചിട്ടുകൊണ്ട് അവിടെ ഒരു ഭരണാധികാരിയെ കയറ്റി കഴിഞ്ഞ ദിവസം അവരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അമേരിക്കൻ സൈനികരെ മുഴുവൻ പിൻവലിപ്പിച്ചുകൊണ്ട് ISISക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോഴിതാണ്. പിന്നെ പുള്ളിക്ക് ആകെ കൈവെക്കാൻ പറ്റാത്തൊരു ഒരു അടി എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അടിയായിരുന്നു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് പുള്ളി ഏറ്റെടുക്കാനുള്ള വലിയ തത്രപ്പാടിലാണ്, അതും പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.